നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ വളരെ ക്ലോസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. ഡീസൽ വാഹനങ്ങൾ അവിടെ പ്രോമിനൻ്റ് ആയിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ വെന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡീസലിന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ GST 2.0 വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് സ്മോളർ കാറുകൾക്കാണെങ്കിൽ പോലും കോമ്പാക്ട് SUVകൾക്കും നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ നെക്സോണിൻ്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വളർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന GST 2.0യുടെ ഒരു ബെനിഫിറ്റ് കൊണ്ട് തന്നെയാണ്. പക്ഷേ മാരുതി സുസുക്കിയുടെ 8,26,000 മുതൽ 13,00,000 ആ ഒരു പ്രൈസ് പോയിന്റ് നിൽക്കുന്ന മാരുതി സുസുക്കി ബ്രസ എന്തുകൊണ്ടാണ് ഈ ഒരു ബെനിഫിറ്റ് അധികം ആ ഒരു വാഹനത്തിന് കിട്ടാത്തത്? അല്ലെങ്കിൽ ഒരു 40,000-45,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് മാത്രമാണ് ആ ഒരു വാഹനത്തിന് കിട്ടിയത്. മാരുതി സുസുക്കി ബ്രസയുടെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു GST 2.0 റിഫോംസ് വന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് അധികം ഈ ഒരു വാഹനത്തിന് കിട്ടാതിരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന 1500 cc അല്ലെങ്കിൽ 1.5 ലിറ്റർ 15C എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ്. നമ്മളതിൻ്റെ ഒരു പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 RPMൽ 101.64 bhp ആണ് ഈ ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ. ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 136.8 Nm ടോർക്കാണ്. അത് 4400 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 1462 cc ഉള്ള 4 സിലിണ്ടർ എഞ്ചിനാണ്. വളരെ മികച്ച എഞ്ചിൻ തന്നെയാണ്. ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ASIN സോഴ്സ്ഡ് ആയിട്ടുള്ള ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 13.53 കിലോമീറ്ററാണ് ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള മൈലേജ്. ഇപ്പം നമ്മൾ അത് സിറ്റിയിലെ മൈലേജാണ്. ഇപ്പോൾ ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ARIയുടെ ഒരു മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 18-19 ആ ഒരു റേഞ്ചിനൊക്കെയാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. 328 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്, 48 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി, 198 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മികച്ച ഒരു വാഹനമാണ്. 2023-24 സമയത്താണ് ഈ ഒരു വാഹനത്തിനൊരു ഫേസ് ലിഫ്റ്റ് വന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ബ്രസയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, ഇൻറ്റീരിയറൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന ബ്രസ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ടുണ്ട്. ഫ്രണ്ട് ഫേഷ്യലൊക്കെ ഡിസൈൻ കുറച്ചും കൂടെ ഒന്ന് മാറ്റാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ASIN സോഴ്സ്ഡ് ആയിട്ടുള്ള 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിലുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്ഡേഷൻ ഇൻ ദ സെൻസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് അപ്ഡേഷൻ എന്നുള്ളത്. CNG ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. CNG ഓൾറെഡി ഉണ്ട്, പക്ഷേ നമ്മുടെ വിക്ടോറിയസിലൊക്കെ ഉള്ളതുപോലെ തന്നെ അണ്ടർ ബോഡി CNG കിറ്റുകൾ, ട്വിൻ സിലിണ്ടർ CNG കിറ്റുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം GST 2.0 റിഫോംസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബെനിഫിറ്റ് ഈ ഒരു വാഹനത്തിന് കിട്ടാതെ പോയി. അത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മുടെ കോണ്ടന്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമെന്ന് പറയുന്നത് 1500 cc 15C എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനാണ് ഇത്രത്തോളം ഈ ഒരു വാഹനത്തിന് GST 2.0 റിഫോംസിൻ്റെ ബെനിഫിറ്റ് ഇല്ലാതാക്കിയത്. അതായത് 1200 cc മാക്സിമം പെട്രോൾ എഞ്ചിന് 1200 cc 4 മീറ്റർ താഴത്തേക്ക് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് 28% GSTയും പ്ലസ് അതിൻ്റെ ഒരു 1% സെസ് എന്നുള്ള രീതിക്ക് കാര്യങ്ങളൊക്കെ വന്നത്. അത് മാറ്റിയിട്ട് 18% GST എന്നുള്ള രീതിക്ക് വരുമ്പോൾ ആ ഒരു 10% ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ 1500 cc ആയതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ മാരുതി സുസുക്കി പുതിയൊരു എഞ്ചിൻ എന്ന് പറയാൻ കഴിയില്ല, ഓൾറെഡി ഫ്രോങ്സിൽ ഉള്ള ആ ഒരു എഞ്ചിനാണ്. 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ. അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു ചർച്ചകൾ എന്ന് പറയാൻ കഴിയില്ല, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സൈസൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3998 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്, 2500 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്, 16 ഇഞ്ച് വീലുകളുണ്ട്. അത്രയും മികച്ച ഒരു വാഹനമാണ്. ആ ഒരു വാഹനത്തിന് ഈ 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആവും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഉള്ള K15C എന്ന് പറയുന്ന എഞ്ചിൻ തന്നെ ഏകദേശം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. കാരണം 101 bhp പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് 6000 RPMലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ടർബോ ബൂസ്റ്റർ 1 ലിറ്റർ 3 സിലിണ്ടർ 998 cc ആ എഞ്ചിൻ കൊണ്ടുവന്നാൽ 5500 RPMലാണ്
98 അല്ലെങ്കിൽ 99 BHP ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പവർ എന്ന് പറയുന്നതിനകത്ത് വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 147.6 Nm ടോർക്കാണ്. അത് 2000 RPM മുതൽ അത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. 2000 ടു ഒരു 4000 RPM ഈ ഒരു മാക്സിമം പീക്ക് ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അത് തീർച്ചയാണ്. പക്ഷേ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ ബ്രസയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് പേഴ്സണലി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു എഞ്ചിൻ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ കൊണ്ടുവരാമായിരുന്നു. മാരുതി സുസുക്കി ഓൾറെഡി അറിയാം ഇത്തരത്തിലൊരു റിഫോംസ് വരുന്നുണ്ട്. GSTയുടെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവരുടെ വാഹനമായിട്ടുള്ള ബ്രസയ്ക്ക് അത് കിട്ടണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ടായിരിക്കും. പിന്നെ ടോർക്കിലൊക്കെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇപ്പം തന്നെ ഒരു 136 അടുത്ത് ടോർക്ക് ആ K15C എന്ന് പറയുന്ന എഞ്ചിനുണ്ട്. ഇവിടെ 147 Nm ടോർക്ക് മാത്രമേ ഉള്ളൂ. അത് ലോ RPM ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അണ്ടർബോഡി കിറ്റ് CNG തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും. ഫ്രണ്ട് ഫേഷ്യലോ അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഫേഷ്യലോ ഒന്നും വലിയ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നും വരത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ CNG കിറ്റ് ആഡ് ചെയ്യും. എഞ്ചിനകത്ത് ഒരു കാര്യമായിട്ടുള്ള ചേഞ്ച് വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പഞ്ച് റൈവലായിട്ടൊരു വാഹനം മാരുതി സുസുക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളും കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എടുത്തു പറയട്ടെ, കാരണം ഇന്ത്യക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു ഫീച്ചറാണ് സൺറൂഫ്, പനോരമിക് സൺറൂഫ്. അതും ഈ പറയുന്ന പുതിയ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റഡ് എന്ന് പറയുന്നില്ല, ഒരു ഫേസ് ലിഫ്റ്റഡ് ബ്രസയിൽ ഈ ഒരു പനോരമിക് സൺറൂഫും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം പനോരമിക് സൺറൂഫ് ഇല്ലാത്ത കാരണം കൊണ്ട് വാഹനങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിലനിൽക്കുന്ന ഈ നാട്ടിൽ പനോരമിക് സൺറൂഫ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റഡ് ബ്രസയിൽ ഈ ഒരു പനോരമിക് സൺറൂഫും കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ബാക്കി വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നിലവിലുള്ള ബ്രസ. തീർച്ചയായും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കോണ്ടന്റുകളാണ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.